ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോവാണ് കേട്ടോ. നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ ഇത് എങ്ങോട്ടേക്കായിരിക്കും? നല്ല കുളിച്ചൊരുങ്ങി പട്ടുപാവാടി കൊടുത്ത് പോകുന്നത് വേറെ എങ്ങോട്ടും അല്ല, മുത്തപ്പൻകാവിലേക്കാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ദേ നമ്മുടെ മുത്തപ്പൻ്റെ അടുത്തെത്തി. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ പാർക്ക് ചെയ്ത് നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ്. ഇന്ന് ഫാമിലിയുടെ കൂടെയാണ് കേട്ടോ യാത്ര. എല്ലാവർക്കും അറിയാം, നമുക്ക് അവിടെ ചെന്നാൽ ആദ്യം തന്നെ കിട്ടുന്നത് മുത്തപ്പൻ്റെ ഈ ഒരു പ്രസാദമാണ്. ഏത് സമയത്ത് ചെന്നാലും നമുക്ക് മുത്തപ്പൻ്റെ പ്രസാദം കിട്ടും എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ് കേട്ടോ. ഇതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലേ. പതിവ് പോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. ആദ്യം തന്നെ നമ്മൾ കാലും കൈയൊക്കെ കഴുകിയിട്ടാണ് മുത്തപ്പൻ്റെ അടുത്തേക്ക് കയറുന്നത്. നമുക്ക് ലോകത്ത് എവിടെ ചെന്നാലും കിട്ടാത്തൊരു സമാധാനവും സന്തോഷവും ഒക്കെയാണ് ഇവിടെ എത്തുമ്പോൾ കിട്ടുന്നത്. നമ്മൾ ഉള്ളിൽ കുറേ നേരം മുത്തപ്പൻ്റെ അടുത്ത് അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഉള്ളിൽ മൊബൈലൊന്നും നമുക്ക് കയറ്റാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ അവിടുത്തെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായില്ല. നമുക്കിവിടെ ബോട്ടിങ്ങിനൊക്കെ പോകണം എന്നുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര വെയിലായിരുന്നു കേട്ടോ. നമുക്കറിയാം ഈ ഒരു മാർച്ച് മാസം എന്ന് പറയുമ്പോൾ നല്ല വെയിലുള്ള സമയമായിരിക്കും. അമ്മ പറയുന്നുണ്ടായിരുന്നു അന്നത്തെ റെക്കോർഡ് ഹൈ വെയിലുള്ള ദിവസമായിരുന്നു അതെന്ന് കേട്ടോ. നമുക്ക് എന്ത് കാര്യമാണെങ്കിലും മുത്തപ്പനോട് പറയാം കേട്ടോ. അതിപ്പോൾ സന്തോഷമായാലും സങ്കടമായാലും എല്ലാം മുത്തപ്പൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ രാവിലെ പോയിട്ട് വൈകിട്ടാണ് കേട്ടോ അവിടെ നിന്ന് വരുന്നത്. നമുക്ക് ഭക്ഷണവും ഒക്കെ അവിടെ നിന്ന് തന്നെ കിട്ടും. കുഞ്ഞു കുട്ടികൾക്ക് അവിടെ നിന്ന് ചോറ് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മലയാളികളായി നമ്മൾ ഒരിക്കലെങ്കിലും ഇവിടെ പോയിട്ടുണ്ടായിരിക്കും. ഇനി പോവാത്തവരുണ്ടെങ്കിൽ ലൈഫിൽ എന്തായാലും ഒരിക്കലെങ്കിലും ഇവിടെ പോകണം കേട്ടോ, നമ്മുടെ പറശ്ശിനിക്കടവ് മുത്തപ്പൻ്റെ അടുത്ത്. പിന്നെ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തി ഞങ്ങളിങ്ങനെ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. സോ സീ യു ഓൺ നെക്സ്റ്റ് വ്ലോഗ്. ടിൽ ദെൻ ബൈ.